ശ്രീ കെ അനിൽകുമാർ, ഇന്നിപ്പോ 12 സീറ്റ് കഴിഞ്ഞ തവണ മത്സരിച്ചു, 13 സീറ്റ് വേണമെന്ന് പറയുക മാത്രമല്ല, ഞങ്ങള് ഭരണത്തിലിരുന്നു കൊണ്ട് തന്നെ വളരെ വലിയ ഇടപെടൽ നടത്തി എന്നുകൂടി പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയാത്തത് ഞങ്ങൾ ചെയ്തു എന്ന് പറയുകയാണ് ജോസ് കെ മാണി. അങ്ങനെ ഇപ്പോൾ LDF-ൽ അല്ലെങ്കിൽ തന്നെ CPI എന്ന തിരുത്തൽ കക്ഷിയുണ്ടല്ലോ, നിങ്ങളുടെ മുന്നണിയിലുള്ള ഘടകകക്ഷികളെല്ലാം ഇങ്ങനെ തിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണോ മുന്നണിക്കകത്തിരുന്ന്? ആദ്യം ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താം. 2020 സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ കെട്ടുകഥകൾ പറഞ്ഞ് ഇടതുപക്ഷത്തെ ആക്രമിക്കാനും അപമാനിക്കാനും ഇടതുപക്ഷത്തിന് അർഹമായ ഭരണത്തുറച്ച് നിഷേധിക്കാനും വേണ്ടി ഈ കേരളത്തിനകത്ത് അതിശക്തമായ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടതുപക്ഷമാണ് ശരി എന്ന നിലപാട് കേരള കോൺഗ്രസും സ്വീകരിക്കുന്നത്. അന്ന് തന്നെ അത് ആത്മഹത്യാപരമാണ് എന്നതിലേക്കുള്ള വാദങ്ങളൊക്കെ പല ആളുകളും ഉയർത്തിയിരുന്നു. അവരെ ഓർത്ത് വിലപിച്ചവരും ഉണ്ടായിരുന്നു. പക്ഷേ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2 ചിഹ്നത്തിൽ ആ പാർട്ടി മത്സരിക്കുകയും ആ പാർട്ടി കേരള കോൺഗ്രസുകളിലെ ഏറ്റവും പ്രാമാണികത്വമുള്ള പാർട്ടിയായി ഉയർന്നു വരികയും ചെയ്തു. 5 കൊല്ലക്കാലത്തെ ഭരണ നിർവഹണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് നിർണായക ശക്തിയുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് അവരുടേതായ ഒരു പാരമ്പര്യമുണ്ട്, വോട്ട് ബേസ് ഉണ്ട്, ഒരു പിന്തുണാ സംവിധാനമുണ്ട്. മലയോരവുമായി ബന്ധപ്പെട്ട് അവരുടേതായ പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും അധികമായി ഉയർത്തും. അത് മുന്നണിയെ ദുർബലമാക്കാനല്ല, അത്തരം കാര്യങ്ങൾ ഉയർത്തുക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. ഉയർത്തിയ കാര്യങ്ങളിൽ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മുന്നണിയുടെ ഉത്തരവാദിത്വമാണ്. ഇത് രണ്ടും ഫലപ്രദമായി നിർവഹിക്കപ്പെട്ടു. മൂന്നാമത്തത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പരാജയപ്പെട്ടതോടെ മുന്നണിയെ തകർക്കുക എന്നൊരു കുതന്ത്രത്തിലേക്ക് വലതുപക്ഷം നീങ്ങി. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിന് ശേഷം കൊട്ടിഘോഷിക്കപ്പെട്ടതുപോലെ മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാതെയായി. ഇനിയിപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രക്ഷയില്ല, അടിച്ചങ്ങ് കയറാൻ പോവാണ്. ആ ആർപ്പുവിളികളൊക്കെ അവസാനിച്ചു. വോട്ടിൻ്റെ കണക്ക് വന്നപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ നിലത്തേക്കിറങ്ങി. എന്താണ് വോട്ടിൻ്റെ കണക്ക്? 84 ലക്ഷം വോട്ട് LDF-നുണ്ട്, UDF-ന് 90 ലക്ഷം വോട്ടുണ്ട്, സത്യമാണ്. പക്ഷേ UDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജന്മവൈകല്യം എന്ന് പറയുന്നത് UDF-ൻ്റെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് 2 ജില്ലകളിൽ മാത്രമാണ്. അതിൽ പ്രധാനമായും മലപ്പുറത്താണ് 6 ലക്ഷം വോട്ടിൻ്റെ അധിക വോട്ടുള്ളത്. അത് വെച്ച് കേരളം ജയിക്കാനാവില്ല. അപ്പോൾ UDF-ൻ്റെ ഈ ജന്മവൈകല്യത്തെ പരിഹരിക്കാൻ മധ്യ തിരുവിതാംകൂറിൽ ഇന്നുള്ള കേരള കോൺഗ്രസ് പോരാ എന്ന കനകോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിനെ തട്ടിപ്പറിക്കുക. ആ പാർട്ടിയെ തട്ടിപ്പറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുലർത്തുക, ഇതിനാവശ്യമായ നുണപ്രചരണങ്ങൾ നടത്തി. ആ നുണപ്രചരണങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഇരയായവരുണ്ട്, അറിഞ്ഞുകൊണ്ട് പങ്കെടുത്തവരുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. സോണിയാഗാന്ധിയെപ്പോലൊരു നേതാവ് ജോസ് കെ മാണിയെ വിളിച്ചു എന്നൊരു വാർത്ത വന്നാൽ അത് നിഷേധിക്കുന്നതിന് എത്ര സെക്കൻഡ് വേണം? ഞങ്ങളുടെ AICC-യുടെ പ്രധാനപ്പെട്ടൊരു നേതാവാണല്ലോ, ജോസ് കെ മാണിയെ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ എത്ര സെക്കൻഡ് വേണം? ഇന്നേ വരെ നിഷേധിച്ചോ? ശരി, ജോസ് കെ മാണി നിഷേധിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആര് നിഷേധിച്ചു? ജോസ് കെ മാണി നിഷേധിച്ചിട്ടുണ്ടെന്ന് പറയാം. ആര് നിഷേധിച്ചു? അല്ലല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടിയിലെ ഒരാൾ നിഷേധിച്ചോ? രണ്ട് പാലായിലെ മാണി സി കാപ്പൻ വണ്ടി പിടിച്ച് മലപ്പുറത്തിന് പോയി. പണ്ട് AK ആന്റണിക്ക് തിരൂരങ്ങാടി സീറ്റ് കൊടുത്ത പോലെ തിരുവമ്പാടി സീറ്റ് മാണി സി കാപ്പന് കൊടുക്കാം. കുഞ്ഞാലിക്കുട്ടി ചർച്ച നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വന്നു. ചർച്ചയ്ക്ക് കാപ്പൻ പോയി. ഏതെങ്കിലും ഒരു നേതാവ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ഇക്കാര്യത്തിന് വണ്ടി പിടിച്ച് മലപ്പുറത്തിന് വരണ്ട എന്ന് കാപ്പനോട് പറഞ്ഞു? ശരി, എന്തിനാ ഈ കോലാഹലം ഉണ്ടാക്കിയത്? കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ വളരെ ബോധപൂർവ്വം അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക. അതിന് കത്തോലിക്ക സഭയടക്കമുള്ള സഭാ നേതൃത്വത്തെ
രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരാണ് എന്ന തെറ്റായ ആഖ്യാനം ഉണ്ടാക്കുന്നതിന് സഭയെ അപമാനിക്കാൻ ശ്രമിച്ചു. അയ്യോ, അതാരാണ് ശ്രീ അതാണ് പ്രധാനപ്പെട്ട കാര്യം. MLA കേരള കോൺഗ്രസിന്റെ MLA ആയ പ്രമോദ് നാരായണനാണ് പറഞ്ഞത് സഭയുടെ സമ്മർദ്ദമുണ്ട് എന്ന്. വേറെ ആരുമല്ല പറഞ്ഞത്. അതിപ്പോ മാധ്യമങ്ങളല്ല, UDF അല്ല, സഭയുടെ സമ്മർദ്ദം ഉണ്ട് എന്ന് റാന്നി MLA തന്നെയാണ് പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ അതെ, അതാണ് അഭിലാഷ് ഇപ്പൊ ഇരയായെന്ന് ഞാൻ പറയുന്നത്. പ്രമോദ് നാരായണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ പറഞ്ഞു എന്നുള്ളതിന് അഭിലാഷ് ഈ ഷോയിൽ അത് കാണിക്കാമെങ്കിൽ ഞാൻ അങ്ങയോട് നന്ദിയുണ്ട്. മലയാള മനോരമയുടെ പ്രമോദ് നാരായണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. മലയാള മനോരമയുടെ പ്രധാന പേജിലെ പ്രധാന വാർത്തയിൽ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഉദ്ധരിച്ചത്. കള്ളം പറഞ്ഞു. അത് പച്ചക്കള്ളം. അത് പച്ചക്കള്ളം എന്ന് പ്രമോദ് നാരായണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബഹുമാനപ്പെട്ട അഭിലാഷ് കാണിക്കണം. ഞാൻ പറയുന്ന മലയാള മനോരമ തന്നെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത്. കോട്ടയത്തുനിന്ന് UDFനെ രക്ഷിക്കാൻ അത് കൃത്യമായിട്ട് പറയുന്നു. അത് പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന MLA അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, ഞാൻ ശബരിമലയായിരുന്നു, പത്രം വായിക്കാൻ പറ്റിയില്ല, എനിക്കെതിരെ ഈ നുണപ്രചരണം, സഭ ഇടപെടുന്നു എന്ന് എന്നെക്കുറിച്ചൊരു കള്ളമുണ്ടാക്കി. ഞാൻ മനോരമയോട് അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. വ്യാജ വാർത്തകൾക്ക് മാധ്യമങ്ങൾ ഇരയായി, മാധ്യമ പ്രവർത്തകർ ഇരയായി. എന്തിനു വേണ്ടി? കത്തോലിക്ക സഭ പോലെ പ്രവർത്തിക്കുന്ന, വളരെ വളരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭയെ പോലും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ബോധപൂർവം അട്ടിമറി നടത്തി. ആ അട്ടിമറി പൊളിഞ്ഞു എന്ന് മാത്രമല്ല, UDFന് ഇനി തുടർഭരണം, UDFന് ഇനി അടുത്ത ഭരണമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് തുടർ ഭരണം എന്ന ഒരു ബോധ്യത്തിലേക്ക് ജനങ്ങൾ വന്നു. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത KC വേണുഗോപാൽ നിർത്തി. മുഖത്തടി കിട്ടിയപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞു, ഞാൻ മത്സരിക്കാനില്ല. ഇന്ന് KC വേണുഗോപാലിന്റെ ശരീരഭാഷയും VD സതീശന്റെ ശരീരഭാഷയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിണറായി സർക്കാരിന് LDFന് മൂന്നാം തുടർ ഭരണത്തിലേക്ക് പോവുകയാണ്. LDF കരുത്തോടു കൂടി മുന്നോട്ട് പോകും.